ത്രിയേക ദൈവത്തിന് സ്തുതി. പീഡാനുഭവ വാരത്തിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ദിവസമാണ് കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ ഓർമ്മയെ പുതുക്കുന്ന ദുഃഖവെള്ളിയാഴ്ച. ആ വലിയ വെള്ളിയാഴ്ച നിന്ദ്യമായ കുരിശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആണിപ്പഴുതിനാൽ തൂങ്ങി നിൽക്കുന്ന കർത്താവിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കാലുകളിലെയും കൈകളിലെയും മുറിവുകളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയും രക്തം ധാരധാരയായി ഒഴുകുന്നു. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടിൻ്റെ അന്ത്യനിമിഷങ്ങൾ, അതേ കുറ്റമില്ലാത്ത രക്തത്തെ കുറ്റം വിധിക്കുന്ന യൂതന്മാർ, മറ്റുള്ളവർക്ക് വേണ്ടി ആശ്വാസങ്ങളും അത്ഭുതങ്ങളും ചെയ്ത കർത്താവിനെ യാതൊരു നീതിബോധവുമില്ലാതെ നിന്ദ്യമായ രീതിയിൽ കൊല ചെയ്യുന്നു. സ്വന്തം ഇഷ്ടത്താൽ പീഡാനുഭവത്തിന് എഴുന്നള്ളുകയും സ്ലീബായാൽ ലോകത്തിൽ രക്ഷയുണ്ടാക്കുകയും ചെയ്ത ലോകരക്ഷകൻ ലോകത്തിലേക്ക് എഴുന്നള്ളി തൻ്റെ രഹസ്യങ്ങളെയും സദൃശ്യങ്ങളെയും ഉപകളെയും തികച്ചവനായ ദൈവപുത്രൻ യെരുശലേമിൽ വെച്ച് തൻ്റെ പീഡാനുഭവത്തെ കാണുമെന്ന് ശിഷ്യന്മാരോട് മുൻകൂട്ടി അറിയിച്ച പ്രവാചകൻ, കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ പീഡാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിൻ്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നുവെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ഇത് നമ്മളെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ കാൽവറി കുരിശിൻ്റെ ചുവട്ടിൽ ഇരിക്കുവാനും ആ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുവാനും നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കണം. ദൈവസ്നേഹം മൂലം നമ്മുടെ ബലഹീനതയെ വഹിച്ച ഒറ്റ കാരണത്താൽ തന്നോട് ഒന്നിച്ച് പീഡ അനുഭവിപ്പാൻ നാമും ഉത്സാഹിക്കുകയും പാപമോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയും ഈ ദുഃഖവെള്ളിയാഴ്ച അതിന് ധന്യമാകുകയും ചെയ്യണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗം ചെയ്ത മനുഷ്യപുത്രൻ അവൻ്റെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുഗാമിയായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. വലിയ നോമ്പിൻ്റെ അവസാന വാരമായ കഷ്ടാനുഭവ വാരം ആചരിച്ച് ഉയർപ്പിൻ്റെ അനുഭവമായ പ്രത്യാശയിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കാനാവിലെ കല്യാണത്തിന് വീട്ടുകാരുടെ അപമാനം നീക്കിയവന് ലഭിച്ച ശിക്ഷ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഈശന് ലഭിച്ച അനുഭവം, തളർവാദിക്ക് സൗഖ്യം നൽകിയ യേശുവിന് ലഭിച്ച കഷ്ടാനുഭവം, നമ്മുടെ കൂനുപോലെ കൂന് നീക്കം ചെയ്ത കർത്താവിന് കിട്ടിയ അനുഭവം, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്ന ദൈവപുത്രന് കിട്ടുന്ന കഷ്ടാനുഭവം, ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് യഹൂദന്മാർ നൽകിയ ശിക്ഷയാണ് ക്രൂശിന്മേൽ ഉള്ള മരണം. പക്ഷേ ഈ മരണം ലോകനാഥൻ്റെ അവതാര ലക്ഷ്യമാണ് എന്നത് പിതാവിൻ്റെ നിശ്ചയമായിരുന്നു. രോഗികളെ സൗഖ്യമാക്കിയതിന് പകരം സപ്രയന്മാരും പ്രീഷന്മാരും യേശുവിന് മരണം നിശ്ചയിച്ചു. കൂടെ നടന്ന തൻ്റെ ശിഷ്യനാക്കി യൂദാസ് ചില്ലിക്കാശിന് വേണ്ടി ദൈവപുത്രനെ ഒറ്റുകൊടുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ഒറ്റുകൊടുക്കേണ്ട സാഹചര്യം ഉള്ളത് മറക്കുവാൻ ഇടവരരുത്. അതിൽ നിന്നും വിട്ടു നിൽക്കുവാനും ഇടയുള്ളത് പ്രാർത്ഥിക്കുവാനും ജാഗ്രത കൈക്കൊള്ളുവാനും സാധിക്കണം. ദുഃഖവെള്ളിയാഴ്ചയുടെ അപേക്ഷയിൽ ഇങ്ങനെ ചെല്ലുന്നു: ജ്ഞാനമുള്ള ശില്പിയായ ദൈവം 6-ാം ദിവസം വെള്ളിയാഴ്ച ആദാമിനെ സൃഷ്ടിക്കുകയും തൻ്റെ ശ്രേഷ്ഠ സ്വരൂപം അവന് പകർത്തുകയും സന്തോഷവും ആനന്ദം നിറഞ്ഞ പരദീസയെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ഹൗവായുടെ ആലോചനയിൽ ദിവ്യകൽപ്പനയെ ലംഘിച്ചതിനാൽ വെള്ളിയാഴ്ച പരദീസയിൽ നിന്ന് തള്ളപ്പെട്ടു. അവനോട് കരുണ കാണിച്ച ഈ വെള്ളിയാഴ്ച കുരിശുമരണത്തിനായി ആഗതനായി. ഈ വെള്ളിയാഴ്ച നീതികെട്ട ന്യായാധിപന്മാർ സകലത്തിൻ്റെയും നാഥനായകനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. നീതിയുടെ മഹാസൂര്യനായി നിന്നെ കണ്ടിട്ട് സൂര്യൻ ഇരുണ്ടു, മലകൾ വിറയ്ക്കുകയും ഭൂമി കുലുങ്ങുകയും ചെയ്തു. തൻ്റെ കഷ്ടാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ചവനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാതിരിക്കും എന്ന ചിന്ത നമ്മളെ ഭരിക്കണം. വെള്ളിയാഴ്ച ഉയർപ്പിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യത്തിൽ വിശ്വസിക്കുന്നവരുമായ ഏവർക്കും പൂർണ്ണ വിജയമുണ്ടായി എന്നവിടെ പറയുന്നു. തൻ്റെ ശ്രേഷ്ഠയുടെ ഉന്നതാവസ്ഥയെ താഴ്ത്തി തിരുവക്ഷത്താൽ കഷ്ടാനുഭവം വഹിച്ച ദൈവപുത്രനെ
മേലുള്ള ഈറയന്മാർ കണ്ടപ്പോൾ അത്ഭുതം കൂടി. ആദാമിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം താഴ്ത്തുകയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മരണത്തിന് അധീനമായ മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ദൈവപുത്രനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് ആ മരണവും താഴാഴ്മയും ഉൾക്കൊണ്ട് പുതുജീവൻ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവ സ്നേഹത്തിൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിർത്തട്ടെ.